ഓണമിങ്ങെത്തി, പ്രളയം ഒരു ഭീഷണിയായി മുന്നിലുണ്ട്, ഉരുൾപൊട്ടലുമൊക്കെ. എങ്കിലും സർക്കാർ ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും ക്ഷേമനിധി പെൻഷൻകാരെയും അതുപോലെ മറ്റ് സേവന ഒക്കെ നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് പെൻഷൻ ബോണസ് എത്രയാണ്, അലവൻസ് എത്ര എന്നറിയാൻ ഒരു കൗതുകമുണ്ട്. കഴിഞ്ഞ വർഷം 4000 രൂപ കൊടുത്തു, 4500 രൂപ കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. 3000 രൂപ അലവൻസ് എന്തോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം അത്യാവശ്യം നല്ല പൈസ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കണക്ക് നമുക്ക് നോക്കേണ്ടതുണ്ട്. എന്തായാലും കൊടുത്തിട്ടുണ്ട്. ഈ വർഷം കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പാക്കേജ് കൊടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. 20,000 രൂപ മറ്റുമാണ് കഴിഞ്ഞ വർഷത്തെ അഡ്വാൻസ്. ഈ വർഷം അതും കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനിടയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട സന്തോഷമുള്ള വാർത്ത വരുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ലക്ഷങ്ങൾ കിട്ടിയില്ലെങ്കിലും ആയിരക്കണക്കിന് ആളുകൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അതായത് കേരളത്തിലെ പെൻഷൻകാരുടെയും സർവീസ് ഉദ്യോഗസ്ഥരുടെയും ബോണസും അലവൻസും പ്രഖ്യാപിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഡേറ്റ് ഇനി പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മൾ 5000ഉം 3500 ഒക്കെ ആക്കുമെന്ന് നമ്മൾ ആക്കണമെന്നുള്ള നിലയിൽ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. 4500 5000 ആക്കണമെന്നും 3500 3000 എന്നുള്ള 3500 ആക്കണമെന്നും ഈ 20,000 എന്നുള്ളത് ഒരു 30,000 ആക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്ത് സംഭവിക്കുന്നല്ല നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറയാനല്ലേ പറ്റുള്ളൂ. എന്തായാലും നോക്കാം. അങ്ങനെയൊക്കെ നമ്മൾ സംസാരിച്ച് വന്നപ്പോഴാണ് ഇന്നൊരു പുതിയ വാർത്ത വന്നിട്ടുണ്ട്. ലോട്ടറിയുടെ ആളുകൾക്ക്, ലോട്ടറി ഏജൻറ്റുമാർക്ക് 1000 രൂപ കൂടുതൽ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 7500 രൂപയാണ് അവരുടെ ബോണസ്. അത് 8500 രൂപ ആക്കിയിട്ടുണ്ട്. അപ്പോഴും ഒരു പ്രധാന പ്രശ്നമുണ്ട്. അവർക്ക് 8500 കിട്ടുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡുകാർക്കും ഒരുവിധം നല്ല പൈസയാണ് കിട്ടുന്നത്. ബെവ്കോ കോർപ്പറേഷനിലുള്ളവർക്കും വളരെ നല്ല പൈസയാണ് ബോണസായി കിട്ടുന്നത്. കാരണം അത് കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളായതുകൊണ്ട് അതിൻ്റെ കമ്പനിയുടെ ഷെയറും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നൊരു നിയമമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൂടുതൽ പൈസ കിട്ടും. അതേസമയം 1 രൂപ പോലും കിട്ടാത്ത EPF വിഭാഗക്കാരുണ്ട്. ഓണത്തിന് അലവൻസ് കിട്ടാത്ത 1 രൂപ പോലും കിട്ടാത്തവരുണ്ട്. 500 രൂപ മാത്രം കിട്ടുന്നവരുണ്ട്. 1000 രൂപ കിട്ടുന്നവരുണ്ട്. പിന്നെ ഈ 4000 രൂപ കിട്ടുന്നവരുണ്ട്. 4500 രൂപ അല്ലെങ്കിൽ ഇതിപ്പോൾ കൂട്ടുന്നതനുസരിച്ച് കിട്ടുന്നവരുണ്ട്. ഇപ്പോൾ 8500 രൂപ കിട്ടുന്നവരുണ്ട്. ഇത് വലിയൊരു ഡിസ്പാരിറ്റിയാണ്, ഇൻജസ്റ്റിസാണ്. ഓണത്തെ സംബന്ധിച്ചിടത്തോളം ഓണം എല്ലാവർക്കും ആഘോഷിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ സകലമാന ജനങ്ങൾക്കും, സർക്കാരിൻ്റെ സേവന നിരത്തിലുള്ള സകലമാന ജനങ്ങൾക്കും ഏതെങ്കിലും തരത്തിൽ ആനുകൂല്യം കൊടുക്കണം. നോക്കൂ, അംഗനവാടി ക്ഷേമനിധിക്കാർ അവർക്ക് കഴിഞ്ഞ കുറേ വർഷമായിട്ട് എപ്പോഴോ ഒരിക്കൽ 2-3 പ്രാവശ്യം കൊടുത്തിരുന്നു. പിന്നെ അതങ്ങ് നിർത്തി. പിന്നെ ഇതുവരെ അവർക്ക് കൊടുത്തിട്ടില്ല. ഇനി കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കണം. ഇനി പ്രാവശ്യം കൊടുക്കുമെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ പെൻഷൻ പറ്റിയവർ കുറച്ച് പേരുണ്ട് അംഗനവാടിയിൽ. അവർക്കാണ് ഈ പൈസ കൊടുക്കാത്തത്. അങ്ങനെ ഓരോരുത്തരായിട്ട് എടുക്കുമ്പോൾ വലിയൊരു വിഭാഗം ആളുകൾക്ക് ഇത് കിട്ടുന്നില്ല എന്നുള്ളതുണ്ട്. അതുകൊണ്ട് ഓണം എന്ന് പറയുന്നത് എല്ലാവരുടെയും ആഘോഷമായതുകൊണ്ട് തന്നെ, എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ അവസരമുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിൽ വളരെ കൃത്യമായ ഒരു നിലപാട് എടുക്കേണ്ടതുണ്ട്. അതെടുക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഓണം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ആഘോഷമാണ്. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് പറയുന്നത്. പക്ഷേ കാണം വിൽക്കാൻ ഈ ദുരിതകാലത്ത്, പ്രളയകാലത്ത്, ഉരുൾപൊട്ടലിൻ്റെ കാലത്ത് ആളുകൾ ബുദ്ധിമുട്ടും. അതുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനത്തിൽ സേവനം നടത്തിയിട്ടുള്ള എല്ലാവർക്കും, ആശാ വർക്കേഴ്സ്, അംഗനവാടിക്കാർ, ആയമാർ, പിന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, ക്ഷേമനിധി, വിവിധ ക്ഷേമനിധിയിലുള്ളവർ, തയ്യൽ തൊഴിലാളികൾ, കശുവണ്ടി ക്ഷേമനിധി ബോർഡ്, ഇങ്ങനെ ഒരുപാട് ക്ഷേമനിധി ബോർഡുകളുണ്ട്. അതിലുള്ളവർ, ഈ ലോട്ടറി തൊഴിലാളികൾ, മറ്റേ ഞാനീ പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥർ, പെൻഷൻകാർ, എല്ലാവർക്കും ഒരു മാന്യമായ പാക്കേജ് കൊടുക്കുന്ന ഒരു രീതി നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അത് ഓണം എല്ലാവരുടെയും ഒരു ആഘോഷമാണ്. അത് പലർക്കും ഒരു പൈസ പോലും കിട്ടാതെ പോകുന്ന സാഹചര്യം വളരെ ഗുരുതരവും ദയനീയവും സങ്കടകരവുമാണ്.